Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. ഇതാണ് വളരെ കുറച്ച് ആളുകളെ ഉള്ളല്ലോ എന്ന്. ഓക്കെ, നമ്മൾ പുതിയ ചാപ്റ്റർ ആയിരുന്നു കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ. ജനറൽ ടേംസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. എവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയേ? എവിടെ വരെ എടുത്തായിരുന്നു? എവിടെ വരെ എടുത്തു? മെഡിക്കൽ ടേംസ് എടുത്തില്ലേ? നമ്മള് മെഡിക്കൽ ടേംസ് ഫോർ കണ്ടീഷൻസ് ആൻഡ് ഡിസീസസ് എടുത്തില്ലായിരുന്നോ? അതല്ല, ഫ്രാക്ചർ വരെയാണ് ഫ്രാക്ചർ വരെ എടുത്ത് നിർത്തി അല്ലെ. ഓക്കെ, അവിടെ വരെ ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണേ. ഓക്കെ, നെക്സ്റ്റ് atrial fibrillation. അപ്പൊ ഇത് എന്തിന്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടീഷൻ, മെഡിക്കൽ ടേംസ് ഫോർ കണ്ടീഷൻസ് ആൻഡ് ഡിസീസസ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ടേംസ് തന്നെയാണ് കേട്ടോ. കണ്ടിന്യൂഷൻ ആയിട്ട് പോകുന്നതാണ്. കുറച്ചധികം ടേംസുകൾ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ കുറവാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് കേൾക്കാത്ത പരിചയമില്ലാത്ത കുറച്ച് ടേംസും കാര്യങ്ങളും വരുന്നുണ്ടാവാം. അപ്പൊ അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇന്ന് മാറിപ്പോവാതെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ അതിന് ആൻസർ ചെയ്യാം. ചിലർക്ക് നമുക്ക് കേട്ട് പരിചയമുള്ളത് ഉണ്ടാവാം, ചിലർ നമ്മൾ പുതിയതായിട്ട് കേൾക്കുന്ന ടേംസ് ആവാം. അപ്പൊ അതൊക്കെ കുറച്ച് നമുക്ക് പരിചയമില്ലാത്തത് കുറച്ചും കൂടി ഒന്ന് 2-3 പ്രാവശ്യം വായിച്ചു വെച്ചാൽ കിട്ടും കേട്ടോ. അപ്പൊ atrial fibrillation എന്ന് പറഞ്ഞാല് an uncoordinated quivering movement of the heart muscle resulting in an irregular pulse and poor blood flow. അപ്പൊ atrial fibrillation എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഒരു ഹാർട്ടിന്റെ മസിൽസിനുണ്ടാവുന്ന ഒരു ഏകോപനമില്ലായ്മ, ഒരു അൺകോർഡിനേറ്റഡ് ആണ്. അവിടെ ഒരു ഏകോപനമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ക്യൂവറിംഗ് മൂവ്മെന്റ്, ഒരു വിറയ്ക്കുന്ന രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനെയാണ് atrial fibrillation. അതായത് റാപ്പിഡ് ആയിട്ട് ഒരു ഇറഗുലർ ആയിട്ടുള്ളൊരു ഹാർട്ട് റിതം അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പൊ അതെന്തുകൊണ്ട് ഇത് റിസൾട്ടിങ് ഇറഗുലർ പൾസ്, ഇങ്ങനെയൊരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള ഒരു ഹാർട്ട് റിതം ഉണ്ടാകുമ്പോൾ റാപ്പിഡ് ആയിട്ട് പെട്ടെന്ന് വേഗത്തില് നല്ലൊരു കോർഡിനേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ അവിടെ ഹാർട്ട് മസിൽസിന്റെ മൂവ്മെന്റ് നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ പൾസില് വ്യത്യാസം വരും അല്ലെ. ഇറഗുലർ പൾസ് ആയിരിക്കാം, ക്രമരഹിതമായിട്ടുള്ള പൾസ് ആയിരിക്കാം. അതുപോലെ പുവർ ബ്ലഡ് ഫ്ലോ, ബ്ലഡിലേക്കുള്ള ആ ഒരു ബ്ലഡ് ഫ്ലോയും വളരെ കുറവായിരിക്കാം അല്ലെങ്കിൽ പുവറായിട്ട് അനുഭവപ്പെടും. atrial fibrillation എന്ന് പറയുന്ന ടേം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? uncoordinated quivering movement of the heart muscle resulting in an irregular pulse and poor blood flow. നമ്മുടെ എന്തെങ്കിലും ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസുമായി ബന്ധപ്പെട്ടുണ്ടാവാം, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെയുള്ള അൺകോർഡിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഇറഗുലർ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഹാർട്ട് റിതം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് ഇതിലേക്ക് പിന്നീട് എന്തിലേക്ക് നയിക്കുന്നു എന്നുള്ളൊരു സൂചനയാണ്. ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രോബ്ലംസിലേക്കൊക്കെ നയിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഹാർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സിംറ്റംസ് അല്ലെങ്കിൽ സൂചന പോലെയാണ് ഈ പറയുന്ന കണ്ടീഷൻസിനെ നമ്മൾ വിളിക്കാറ്. അപ്പൊ atrial fibrillation എന്ന് പറഞ്ഞാല് നമ്മുടെ ഹാർട്ട് മസിൽസിന്റെ അൺകോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഏകോപനമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു ക്യൂവറിംഗ് മൂവ്മെന്റ്, ഒരു വിളയ്ക്കുന്ന രീതിയിലുള്ള ഒരു ചലനം, അതായത് ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു ഹാർട്ട് റിതമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റും. റാപ്പിഡ് ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു റിതം നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് എന്തിനെ റിസൾട്ട് ചെയ്യുന്നു, എന്തിന് കാരണമാകുന്നത്? ഒരു പൾസ്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് ഇത് ഇറഗുലർ ആയി മാറും അല്ലെ, ക്രമരഹിതമായിട്ടുള്ള ഒരു പൾസ് അനുഭവപ്പെടുന്നു. അതുപോലെ ബ്ലഡ് ഫ്ലോയും പുവറായി മാറും. ക്ലിയർ ആണോ atrial fibrillation? ഓക്കെ, രണ്ടാമത്തത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ, ഹൈപ്പർ ടെൻഷൻ. ഉണ്ടോ? കേട്ടിട്ടുള്ള കാര്യമല്ലേ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോ എന്താ?
ബ്ലഡ് പ്രഷർ ആണ്. ബ്ലഡ് പ്രഷർ ഹൈപ്പർ എന്ന് പറയുമ്പോ എന്താണ്? ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യും? ഹൈപ്പർ. രണ്ട് ടേം ഉണ്ട്, ഹൈപ്പറും ഹൈപ്പോയും അല്ലെ. ഹൈപ്പർ എന്ന് പറയുമ്പോ അതെ എന്താണ്? ബ്ലഡ് പ്രഷർ വർദ്ധിക്കുന്ന അവസ്ഥയാണ് അല്ലെ. ഇതെന്താ? അബ്നോർമലി ഹൈ ബ്ലഡ് പ്രഷർ, അസാധാരണമായ രീതിയിൽ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഉയരുന്ന അവസ്ഥയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇനി ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുമ്പോഴോ? ഹൈപ്പോ ടെൻഷൻ, ഹൈപ്പോ എന്ന് പറയുമ്പോഴോ അതെ ലോ ബ്ലഡ് പ്രഷർ ആണ് അല്ലെ. നമ്മുടെ ബ്ലഡ് പ്രഷർ അനിയന്ത്രിതമായിട്ട് അല്ലെങ്കിൽ എന്താ അസാധാരണമായിട്ട് കുറയുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പോടെൻഷൻ. രണ്ടും നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഹൈപ്പറും ഹൈപ്പോയും ആ രണ്ട് ടേമും നിന്ന് മാറിപ്പോവാന്നതാണ്. കാരണം പെട്ടെന്ന് നമ്മൾ ക്യാച്ച് ചെയ്യുക, ഒരു ഹൈപ്പർ ടെൻഷൻ ആണോ ഹൈപ്പോയാണോ എന്ന് വായിക്കാതെ പോയാൽ തെറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. അപ്പൊ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ ഹൈ ബ്ലഡ് പ്രഷർ ആയിരിക്കും. ബ്ലഡ് പ്രഷർ ഒരു അസാധാരണമായ രീതിയിൽ ഉയരുന്ന ഒരവസ്ഥയാണ് ഹൈപ്പർ എന്ന് പറയുന്നത്, ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുമ്പോൾ അബ്നോർമലി ലോ ബ്ലഡ് പ്രഷർ ആണ്. ബ്ലഡ് പ്രഷർ അസാധാരണമായിട്ട് കുറയുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്നത്. മൂന്ന് ടേംസ് നമ്മൾ പറഞ്ഞു, ഏട്രിയൽ ഫൈബ്രിലേഷൻ, ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഹൈപ്പോ ടെൻഷൻ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ടോം പുതിയതായിട്ട് ജോയിൻ ചെയ്തതാണോ ഇതില്? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പി ജി തന്നെയാണോ ജോയിൻ ചെയ്തിരിക്കുന്നത്? ഓക്കെ, കുറച്ച് നാളായിട്ട് കാണാൻ, ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, കുറെ ക്ലാസ്സുകളൊക്കെ മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് തേർഡ് മോഡ്യൂളിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. മിസ് ചോദിച്ചതല്ല, പുതിയൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതിലാണോ അതോ നമ്മൾ മുൻപുണ്ടായിരുന്ന ആദ്യം സ്റ്റാർട്ട് ചെയ്തതിൽ തന്നെയാണോ? റീജോയിൻ ചെയ്തിരിക്കുന്നതാണോ? ഓക്കെ ഓക്കെ, കുറച്ച് നാളായിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ടാട്ടോ മിസ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ കുറെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്. നമ്മുടെ 3 മോഡ്യൂൾസ് ആണല്ലോ, നമ്മുടെ 3 മോഡ്യൂൾസ് ഇപ്പൊ 2 മോഡ്യൂൾ കംപ്ലീറ്റ് ആയി കേട്ടോ. പി ജിയുടെ തേർഡ് മോഡ്യൂൾ ആണ് ഇപ്പൊ എടുത്തുള്ളത്. ഇത് 7th മോഡ്യൂൾ ആണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. റെക്കോർഡ് കേൾക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കണ്ടീഷൻ ആണ് ഇസ്കീമിയ. Characterized by a lack of blood flow to an organ or part of the body, often refers to the heart cardiac ischemia. നമ്മുടെ ഈ ഇസ്കീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ characterized by a low lack of blood flow to an organ, ഒരു പർട്ടിക്കുലർ ഓർഗൻ അല്ലെങ്കിൽ ഒരു അവയവത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ ഏതെങ്കിലും ഭാഗത്തേക്കോ ബ്ലഡ് ഫ്ലോയുടെ അഭാവത്തെയാണ് നമ്മൾ ഇസ്കീമിയ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഒരു ഓർഗനിലേക്കോ അല്ലെങ്കിൽ ബോഡിയുടെ ഏതെങ്കിലും ഭാഗത്തേക്കോ ഉള്ള ബ്ലഡ് ഫ്ലോയുടെ ലാക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോയുടെ അഭാവം അല്ലെങ്കിൽ രക്തപ്രവാഹത്തിന്റെ അഭാവത്തെയാണ്, ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഇസ്കീമിയ എന്ന് പറയുന്നത്. കോമൺലി എപ്പോഴും ഇത് എന്തിനെ സൂചിപ്പിക്കുന്നത്? ഹാർട്ട് കാർഡിയാക് ഇസ്കീമിയ എന്ന് വെച്ചാൽ എന്തായിരിക്കാം? ഹാർട്ട് കാർഡിയാക് ഇസ്കീമിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ട് മസിൽസിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ്സ് കുറയുന്ന ഒരവസ്ഥ അല്ലെ. ഇതാണ് റെഡ്യൂസ്ഡ് ബ്ലഡ് ഫ്ലോ കുറയുന്നത് കൊണ്ട് തന്നെ ഹാർട്ടിലേക്ക്, ഹാർട്ട് മസിൽസിന് ആവശ്യമായ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡുകളുടെ കിട്ടുന്നതിന്റെ ഒരു അഭാവം അനുഭവപ്പെടാം. അപ്പൊ നമുക്കറിയാം അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു അഭാവം അനുഭവപ്പെടുന്നത്? എന്തുകൊണ്ടായിരിക്കാം ആ ബ്ലഡ് ഫ്ലോ കുറയുന്നത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം? ആ ഒരു ഹാർട്ടിലേക്ക് വരുന്ന കൊറോണറി ആർട്ടറികളുടെ ബ്ലോക്കുകൾ ഉണ്ടാവുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ ആ ആർട്ടറീസ് നാരോ ആയി ചുരുങ്ങി പോകുന്നത് കൊണ്ടാവാം അല്ലെ. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം? ആ ഹാർട്ടിന്റെ മസിൽസിന് ആവശ്യമായ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നതിന്റെ ഒരു അഭാവത്തെയാണ് നമ്മൾ ഹാർട്ട് കാർഡിയാക് ഇസ്കീമിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തിലേക്ക് നയിക്കാം? അങ്ങനെ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ഹാർട്ടിന് കിട്ടിയില്ലെങ്കിൽ അത് എന്തിലേക്ക് ലാസ്റ്റ് ലീഡ് ചെയ്യാം? ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയിലേക്കാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഹാർട്ട് കാർഡിയാക് ഇസ്കീമിയ എന്ന് പറഞ്ഞാല് എന്താണെന്നത് മനസ്സിലായോ? ഹാർട്ട് മസിൽസിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ്സ് പ്രോപ്പർ ആയിട്ട് അവിടേക്ക് നല്ലൊരു ബ്ലഡ് ഫ്ലോ ഇല്ലാത്തത് കൊണ്ട് തന്നെ
കുറയുന്ന ഒരവസ്ഥയാണ്. ഇത് ചിലപ്പോ ആ ഒരു കൊറോണറി ആർട്ടറികളുടെ ബ്ലോക്കേജ് മൂലമോ അല്ലെങ്കിൽ അത് നാരോ ആയി പോകുന്ന കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ. നാരോ ആണെന്ന് അത് ചുരുങ്ങി പോകുന്ന ഒരവസ്ഥ. അപ്പൊ അത് ചുരുങ്ങി പോകുന്നത് കൊണ്ടൊക്കെയാണ് ഇത് സംഭവിക്കാറ്. ഇത് ലാസ്റ്റ് ലീഡ് ചെയ്യുന്നത് എന്തിലേക്കാണ്? ഹാർട്ട് അറ്റാക്കിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരവസ്ഥയാണ് കേട്ടോ. ഇസ്കീമിയ എന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ പറയുന്നത് എന്താണ്? ക്യാരക്ടറൈസ്ഡ് ബൈ എ ലാക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ. ഒരു ഓർഗനിലേക്കോ അല്ലെങ്കിൽ ബോഡിയുടെ ഒരു ഭാഗത്തേക്കോ ഉള്ള ബ്ലഡ് ഫ്ലോയുടെ അഭാവത്തെയാണ് ഇസ്കീമിയ കണ്ടീഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു കണ്ടീഷൻ ഫേസ് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ട് കാർഡിയാക് ഇസ്കീമിയ എന്നൊരു കണ്ടീഷൻ ആണ്. അതായത് ഹാർട്ടിലേക്ക് ഹാർട്ട് മസിൽസിന് ആവശ്യമായ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡുകൾ കിട്ടാതെ വരുന്നത് കൊണ്ട് തന്നെ അത് എന്തിലേക്ക് നയിച്ചേക്കാം? അത് ഹാർട്ട് അറ്റാക്കിലേക്ക് നയിച്ചേക്കാം. ക്ലിയർ ആണോ അത്? ഓക്കെ, അടുത്തതാണ് മാലിഗ്നന്റ്. മാലിഗ്നന്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ്? മെനിങ് പഠിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ? മെനിങ് പഠിച്ചില്ലേ? അതിന്റെ തന്നെ കൂടെ ഉള്ളൊരു ടേം ആണ് മാലിഗ്നന്റ് എന്ന് പറയുന്നത്. റെഫറൻസ് ടു ട്യൂമേഴ്സ് ഓർ ഗ്രോത്ത്. പലതരത്തിലുള്ള ട്യൂമേഴ്സ് അല്ലെങ്കിൽ ഗ്രോത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നമ്മൾ മെനിങ് പഠിച്ചപ്പോ പറഞ്ഞായിരുന്നു. അതും എന്തുമായിട്ട് ബന്ധപ്പെട്ട ടേം തന്നെയാണ്? ട്യൂമേഴ്സ് ആൻഡ് ഓർ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? ആണോ? പഠിച്ചില്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില്? ഓക്കെ, അപ്പൊ ഗ്രോത്ത് അല്ലെങ്കിൽ എന്താണ് ഒരു അസാധാരണമായിട്ടുള്ള ഒരു വളർച്ചയാണ് ഇവിടെ കാണുന്നത് അല്ലെ? അല്ലെങ്കിൽ മുഴകൾ പോലെയൊക്കെ നമുക്ക് അനുഭവപ്പെടാം. ആൻഡ് ഇൻഡിക്കേറ്റിംഗ് ദ പ്രസൻസ് ഓഫ് ക്യാൻസറസ് സെൽസ്. എന്നാൽ നമ്മൾ ബെനിങ്ങിൽ പറഞ്ഞില്ല, അത് ക്യാൻസറസ് ആണോ? ബെനിങ് എന്ന് പറയുന്നത് ക്യാൻസറസ് ആണെന്നാണോ പഠിച്ചത്? രണ്ടും തമ്മിൽ മാറിപ്പോവാന്നൊരു കേസാണ്. അത് കാരണം ഒരേപോലെയുള്ള സെന്റൻസുകളാണ്. അത് സ്പ്രെഡ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ക്യാൻസറസ് അല്ലെങ്കിൽ മാലിഗ്നന്റ് അല്ലെങ്കിൽ ഒരു മാരകമായിട്ടുള്ള അവസ്ഥയാണെന്നൊന്നും നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നില്ല. എന്നാൽ ഇവിടെ മാലിഗ്നന്റ് എന്ന് പറഞ്ഞാല് എന്തിനെ സൂചിപ്പിക്കുന്നത്? പ്രസൻസ് ഓഫ് ക്യാൻസർ സെൽസ്. ക്യാൻസർ സെൽസിന്റെ പ്രസൻസിനെ സൂചിപ്പിക്കുന്ന ഒരു ടേമാണ് മാലിഗ്നന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആ ഒരു ക്യാൻസർ സെൽസിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവിടെ ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു ട്യൂമേഴ്സ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ മാലിഗ്നന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ട്യൂമേഴ്സ് അല്ലെങ്കിൽ ആ ഗ്രോത്ത് എന്തിലേക്ക് നയിക്കാം? ക്യാൻസറിലേക്ക് നയിക്കാവുന്നതാണ്. ക്ലിയർ അല്ലേ? ബെനിങ്ങും മാലിഗ്നന്റും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ക്യാൻസർ. നമ്മൾ കേട്ടിട്ടുള്ള ടേമാണ് collection of related diseases where some of the body cells multiply out of control, spreading into surrounding tissues and interfering with normal body function. എന്താ ക്യാൻസർ എന്ന് പറഞ്ഞാൽ? എന്താണ് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയാവുന്നത്? എന്താണ് ഒരു ക്യാൻസർ എന്ന് പറഞ്ഞാല്? എന്താണ്? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ടേമാണ് അല്ലെ? ഒത്തിരി പേർക്ക് ക്യാൻസർ ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്താണ് ആ ക്യാൻസർ എന്ന് പറഞ്ഞ ടേം? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ക്യാൻസർ എന്താണ് ഒരു റിപ്ലൈ ചെയ്യാത്തത്? നമുക്ക് പരിചയമില്ലാത്തൊരു ടേം അല്ലല്ലോ. ക്യാൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? സ്വാഭാവികമായിട്ടും എന്താ? നമ്മുടെ ബോഡിയിലെ അബ്നോർമൽ ഗ്രോത്ത് ഓഫ് സെൽസ് ആണ് അല്ലെ? നമ്മുടെ ബോഡിയിലെ സെൽസ് എന്ത് ചെയ്യുന്നു? അനിയന്ത്രിതമായിട്ട് അല്ലെങ്കിൽ നമുക്ക് നിയന്ത്രണാതീതമായിട്ട് വർദ്ധിക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റാത്ത അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് സെൽസിന്റെ ഒരു കൺട്രോൾ, അത് നിയന്ത്രിതമല്ലാത്തൊരു അവസ്ഥയാണ് നമ്മൾ പറയാം. അപ്പൊ അതെന്ത് ചെയ്യുന്നു? സ്പ്രെഡിങ് ഇൻടു സറൗണ്ടിങ് ടിഷ്യൂസ്. ഈ ഒരു ഇതേ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ബോഡി വീക്ക് ആവും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിന് പിന്നിലുണ്ട് അല്ലെ? നമ്മുടെ ഇവിടെ പഠിക്കുന്ന ഒരു ടേം ക്യാൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്ര മാത്രം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനെ പറ്റി അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. collection of related diseases, some of the body cells multiply. നമ്മുടെ ശരീരത്തിലെ ചില സെൽസുകൾ അല്ലെങ്കിൽ ചില കോശങ്ങൾ എന്ത് ചെയ്യുന്നു? നിയന്ത്രണാതീതമായിട്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെ? വർദ്ധിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് കൺട്രോൾ ഓഫ് ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിൽ അല്ലെങ്കിൽ അത് അസാധാരണമായിട്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻഡ് സ്പ്രെഡിങ് ഇൻ ടു സറൗണ്ടിങ് ടിഷ്യൂസ്. അത് അതിന്റെ ചുറ്റുമുള്ള മറ്റ് ടിഷ്യൂസിനെയും കൂടി എന്ത് ചെയ്യുന്നു? ബാധിക്കുന്നു. ആൻഡ് ഇന്റർഫിയറിംഗ് വിത്ത് നോർമൽ ബോഡി ഫംഗ്ഷൻ. അങ്ങനെ നമ്മുടെ നോർമൽ ബോഡിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു അവസ്ഥയാണ് ക്യാൻസർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്യാൻസർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഏതെങ്കിലും എല്ലാ ബോഡിയിലെ സെൽസിനെ അല്ല പറയുന്നത്, ശരീരത്തിലെ ഏതെങ്കിലുമൊക്കെ കോശങ്ങൾ എന്ത് ചെയ്യുന്നു? അനിയന്ത്രിതമായിട്ട് നിയന്ത്രണാതീതമായിട്ട് വർദ്ധിക്കുന്ന ഒരവസ്ഥയാണ് ക്യാൻസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, then അടുത്തതാണ് നോർമൽ സൈനസ് റിതം. നോർമൽ സൈനസ് റിതം എന്ന് പറഞ്ഞാൽ എ നോർമൽ ഹാർട്ട് ബീറ്റ് പാറ്റേൺ യൂഷ്വലി ഈസ് ബിറ്റ്വീൻ 60 and 80 beats per minute in an adult. അപ്പൊ നമ്മുടെ നോർമൽ ആയിട്ടുള്ള സാധാരണയായിട്ടുള്ള ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ഹൃദയമിടിപ്പിന്റെ ആ ഒരു പാറ്റേണിനെയാണ് നമ്മൾ നോർമൽ സൈനസ് റിതം എന്ന് പറയുന്നത്. യൂഷ്വലി ഈസ് ബിറ്റ്വീൻ, സാധാരണയായി എത്രയുടെ ഇതില്ല വരുന്ന ഒരു അഡൾട്ടിന്റെ ആവുമ്പോ എത്രയാണ് നോർമൽ നമ്മുടെ ഒരു ഹാർട്ട് ബീറ്റ് പാറ്റേണിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് എത്രയാ? ഏകദേശം നമ്മൾ എത്രയാണ് കണക്കാക്കാറ് ഒരു മിനിറ്റില്? എത്രയാണ് നമ്മൾ കണക്കാക്കാറ്? 72 ആണ് ഒരു ആവറേജ് റേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. അതായത് 60 മുതൽ 80 വരെയാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ഒരു റേഞ്ചിൽ, അതായത് അഡൾട്ടിന് ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാവാം. എന്നാലും ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ 60 മുതൽ 80 ബീറ്റുകളുടെ ഇടയിലായിരിക്കണം ആ ഒരു യൂഷ്വലി സാധാരണയുള്ള ആ ഒരു റിതം എന്ന് പറയുന്നത്. അതാണ് നോർമൽ സൈനസ് റിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ട്യൂമർ. കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കണ്ടു കാണുള്ള ട്യൂമേഴ്സ് അല്ലെ. ട്യൂമർ വരുന്നത് എന്താണ്? എ സ്വെല്ലിംഗ് ഓർ മാസ് ഓഫൻ യൂസ്ഡ് ഇൻ റിലേഷൻ ടു ക്യാൻസർ. നമ്മൾ ക്യാൻസറുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ടേം ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് അല്ലെ. അപ്പൊ ട്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു സ്വെല്ലിംഗ്, എന്താണ്, എന്തെങ്കിലും ഒരു മുഴകൾ പോലെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലെ. ചിലർക്ക് നമുക്ക് മുഴകൾ പോലെ അനുഭവപ്പെടാറുണ്ട്. അല്ലെങ്കിൽ ഒരു അബ്നോർമൽ ആയിട്ടുള്ള സെൽസിന്റെ ഒരു മാസ്, ഈ ഒരു പിണ്ഡം എന്ന രീതിയിൽ നമുക്ക് എന്താണ് ട്യൂമേഴ്സ്, അതിലേക്ക് നമ്മൾ ട്യൂമർ തന്നെ വിളിക്കും. ഈ ട്യൂമർ ചിലപ്പോ എന്തിലേക്ക് നയിക്കണമെന്നില്ല, ക്യാൻസറിലേക്ക് നയിക്കുമ്പോൾ ഒരു മുഴ വന്നു, ആ ചില മുഴകളൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ പിന്നീട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അല്ലെ. ആണോ? അത് അങ്ങനത്തെയാണ് ബെനിൻ ട്യൂമേഴ്സ് ആണ് അല്ലെ. ബെനിൻ ട്യൂമേഴ്സ് ആണ്, നമ്മൾ നേരത്തെ പഠിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ബെനിൻ ട്യൂമേഴ്സ് ആണ്. അതെന്തുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ അത് അഫക്ട് ചെയ്യുന്നുള്ളൂ. ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ആ ഒരു മുഴകൾ അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്തിനെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ അത് മറ്റു സെല്ലുകളിലോട്ടൊന്നും പകർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിൽ വേറെ ഫർദറായിട്ടുള്ള കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഉണ്ടാവുന്നില്ല. എന്നാൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട് മാലിഗ്നന്റ് ട്യൂമേഴ്സ് ആണെങ്കിലോ, മാലിഗ്നന്റ് ട്യൂമേഴ്സ് ആണെങ്കിലോ അതെങ്ങനെയായിരിക്കും? നമ്മൾ അത് റിമൂവ് ചെയ്ത് ഇപ്പൊ ചിലർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള സർജറി ഒക്കെ നടത്താറുണ്ട് അല്ലെ. ചില ക്യാൻസർ പേഷ്യൻസിന് സർജറി ഒക്കെ നടത്തിയാലും അതെ പിന്നീട് ചിലപ്പോ അവരുടെ ആ ഒരു മറ്റ് സെൽസിലേക്ക് അത് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് കുറച്ച് നാൾ ചിലപ്പോൾ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരിക്കും. എന്നാൽ കുറെ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്ന് മറ്റ് ഓർഗൻസിലേക്ക് ഒക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് പിന്നെയും എന്ത് ചെയ്യുന്നു, ഒറിജിനേറ്റ് ചെയ്ത് വരുന്നു അല്ലെ. ആ ഒരു ട്യൂമർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ക്യാൻസർ എന്നതുകൊണ്ട് എന്നൊരു വേർഡുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാണ്. അപ്പൊ അത് രണ്ട് രീതിയിലുണ്ട്. ബെനിൻ ട്യൂമേഴ്സ് ഉണ്ട്, മാലിഗ്നന്റ് ട്യൂമേഴ്സും ഉണ്ട്. ബെനിൻ ട്യൂമർ എന്ന് പറയുമ്പോൾ അത് നമുക്ക് അധികം എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതാണ്. നമുക്ക് ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് റിമൂവ് ചെയ്താൽ മുഴയൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ വേറെ ഫർദർ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാറില്ല. എന്നാൽ മാലിഗ്നന്റ് എന്ന് പറയുമ്പോൾ അത് മറ്റ് ഏരിയസിലോട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് മുഴകൾ ആ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് റിമൂവ് ചെയ്താലും അത് മറ്റ് ഏരിയാസിലേക്ക് സ്പ്രെഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത്രയും ഒന്നുകൂടെയൊക്കെ വായിച്ചു നോക്കിയേ. ഒത്തിരി എടുത്തു പോകുന്നില്ല, ആ ട്യൂമർ വരെയുള്ള ഭാഗം വായിച്ചു നോക്കാം കേട്ടോ. മാസ് എന്ന് പറഞ്ഞാൽ ഒരു പിണ്ഡം എന്നുള്ള അർത്ഥമാണ്. അതായത് ഒരു അബ്നോർമൽ ആയിട്ടുള്ള ടിഷ്യൂസിന്റെ കളക്ഷൻ എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഒരുപാടുള്ളവർ, അതായത് ഒത്തിരി ഗ്രോത്ത് ഉണ്ടാവുകയല്ലേ. ഇപ്പൊ നമ്മളൊരു കൺട്രോൾഡ് ആയ രീതിയിലല്ലല്ലോ, ഒത്തിരി എമൗണ്ട് ഓഫ് സെൽസ് എന്നുള്ളതാണ് അബ്നോർമൽ ആയിട്ടുള്ള ഒത്തിരി എമൗണ്ട് ഓഫ് സെൽസ് ഉണ്ടാവും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഒരു കൂട്ടം എന്നതാണ് ഉദ്ദേശിക്കുന്നത്, ഒരു കൂട്ടം എന്നുള്ള രീതിയിൽ. വായിച്ച കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ.
ഓക്കെ, ക്ലിയർ ആണോ? അത്രയും വരെ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ടെൻഷൻ ന്യൂമോതൊറാക്സ്. ഇത് നിങ്ങൾ പഠിച്ചു കാണുമല്ലോ, ഈ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്ന ടേം. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ഒക്കെ പഠിച്ചപ്പോ പഠിച്ചിരുന്നോ? ന്യൂമോതൊറാക്സ്, ടെൻഷൻ ന്യൂമോതൊറാക്സ് അല്ലെങ്കിൽ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്ന ടേം അതിലുണ്ടായിരുന്നോ? പഠിച്ചിട്ടുണ്ടോ അത്? എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് ആ ഒരു കണ്ടീഷനെ പറയുന്നത്? നമ്മുടെ ലങ്സിനും ചെസ്റ്റ് വാൾസിനും ഇടയിലായിട്ട് എയർ ലീക്ക് ആവുന്ന ഒരു കണ്ടീഷൻ ആണ് അല്ലെ, അല്ലെങ്കിൽ എയർ കളക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് ന്യൂമോതൊറാക്സ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും വലിയ രീതിയിലുള്ള ആക്സിഡന്റോ കാര്യങ്ങളുടെ ഭാഗമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഞ്ചിന്റെ ചെസ്റ്റ് ഭാഗത്ത് ഒരു ആഘാതമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായതിന്റെ ഫലമായിട്ടൊക്കെ ആവാം നമ്മുടെ ലങ്സിന്റെയും ചെസ്റ്റ് വാളിന്റെയും നെഞ്ചിന്റെ ആ ഒരു വാളിന്റെയും ഭിത്തിയുടെയും ഇടയിലായിട്ട് എയർ ലീക്ക് ആവുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ വായു ചോരുന്ന ഒരു അവസ്ഥയാണ് കൊളാപ്സഡ് ലങ് അല്ലെങ്കിൽ ന്യൂമോതൊറാക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്? ന്യൂമോതൊറാക്സ്, ടെൻഷൻ ന്യൂമോതൊറാക്സ് അല്ലെങ്കിൽ കൊളാപ്സഡ് ലങ്. അപ്പൊ അവിടെ എയർ വന്നിരിക്കുകയല്ലേ, അപ്പൊ അങ്ങനെ എയർ അവിടെ കിട്ടിക്കിടന്നാൽ എന്താ പറ്റുക? റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാവാം, പിന്നെ ചിലപ്പോ മരണം വരെ സംഭവിച്ചേക്കാം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ അത് ഡ്രെയിൻ ചെയ്ത് കളയണം അല്ലെ. അതിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? ചെസ്റ്റ് ഡ്രെയിൻസ് ഉപയോഗിക്കും. ഒരു ഡിവൈസിന്റെ പേരാണ് കേട്ടോ ചെസ്റ്റ് ഡ്രെയിൻ ഉപയോഗിച്ച്. നിങ്ങൾ ട്രാൻസ്ഫർ പേഷ്യൻസ് പഠിച്ചതാണോ? ഓൾറെഡി പഠിച്ചിട്ടുള്ള ഡാമാണ് കേട്ടോ. അപ്പൊ ടെൻഷൻ ന്യൂമോതൊറാക്സ് എന്നോ അല്ലെങ്കിൽ ചെസ്റ്റ് അല്ലെങ്കിൽ കൊളാപ്സഡ് ലങ്, ടെൻഷൻ ന്യൂമോതൊറാക്സ് അല്ലെങ്കിൽ കൊളാപ്സഡ് ലങ് എന്ന് പറഞ്ഞാൽ that occurs when air leaks into the space between the lungs and the chest wall. ലങ്സിനും ചെസ്റ്റ് വാളിന്റെയും ഇടയിലെ സ്പേസിലേക്ക് എയർ ലീക്ക് ആവുന്ന അല്ലെങ്കിൽ വായു എന്ത് ചെയ്യുന്ന ചോരുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ വായു അതിലേക്ക് പോകുന്ന ഒരു കളക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എന്ത്? ടെൻഷൻ ന്യൂമോതൊറാക്സ് അല്ലെങ്കിൽ കൊളാപ്സ്ഡ് ലങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു വായു അല്ലെങ്കിൽ എയർ അതിനിടയിൽ വന്നു കഴിഞ്ഞാൽ, ആ സ്പേസിന്റെ ഇടയിൽ വന്ന് അതവിടെ നിലനിർത്തുകയാണെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാവാം, എന്താണ് ഡെത്ത് വരെയും സംഭവിച്ചേക്കാം. അപ്പൊ അതിന് എന്താണ് ടോം ചോദിച്ചേ? ശ്വാസം മുട്ടൽ അനുഭവപ്പെടും, ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവാം കേട്ടോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഒക്കെ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് നെഞ്ചിന് എന്തെങ്കിലും ഒരു ആഘാതം ഒക്കെ സംഭവിക്കുമ്പോഴാണ് പ്രധാനമായിട്ട് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. അവർക്ക് സഫോക്കേഷൻസ് ഉണ്ടാവാം, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും, റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട് എല്ലാ സംവിധാനങ്ങളും അവരുടെ എന്ത് ചെയ്യാം, ക്ലോസ് ആയി പോവാം. അതിലൂടെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുത്തില്ല, അല്ലെങ്കിൽ ആ ഒരു എയർ അവിടെ നിന്ന് നീക്കം ചെയ്തില്ല എങ്കിൽ മരണം വരെയും സംഭവിക്കാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സ്പേസിലെ എയർ ഒക്കെ മാറ്റുന്നത് എന്താണ് ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയും. ആ ഒരു മെത്തേഡിനെ അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സ്പേസിലുള്ള എയർ ഡ്രെയിൻ ചെയ്ത് പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ അത്? ഓക്കെ അല്ലേ? ടെൻഷൻ ന്യൂമോതൊറാക്സ് നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ്. പെരികാർഡിയൽ എഫ്യൂഷൻ. എന്താണ് പെരികാർഡിയൽ എഫ്യൂഷൻ എന്ന് പറയുന്നത്? പെരികാർഡിയം എന്ന് പറയുന്നത് എന്തിനു പുറത്ത് കാണുന്ന മെംബ്രെയിനാ? എന്തിനെ സറൗണ്ട് ചെയ്ത് കാണുന്ന മെംബ്രെയിനാ? പെരികാർഡിയം, ഹാർട്ടിന് അല്ലെ. പേരിൽ നിന്ന് തന്നെ നമുക്കറിയാലോ ഹാർട്ടിനെ എന്താണ് കാർഡിയം എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഹാർട്ടിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള സാക്ക് അല്ലെങ്കിൽ ഒരു മെംബ്രെയിൻ ആണ് പെരികാർഡിയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പെരികാർഡിയൽ എഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഓഫ് ഫ്ലൂയിഡ് ലീക്കിംഗ് ഇൻടു ദ പെരികാർഡിയം, ദ സാക്ക് സറൗണ്ടിങ് ദ ഹാർട്ട്. ഹാർട്ടിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഈ ചുറ്റിയിട്ടുള്ള ആ ഒരു സഞ്ചി അല്ലെങ്കിൽ ആ ഒരു അറയെ വിളിക്കുന്ന പേരാണ് പെരികാർഡിയം. ഈ പെരികാർഡിയത്തിനുള്ളിലേക്ക് എന്തെങ്കിലും ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ ബ്ലഡോ ഒക്കെ ലീക്ക് ആവുന്ന അല്ലെങ്കിൽ ഒഴുകുന്ന ഒരു അവസ്ഥയാണ് പെരികാർഡിയൽ എഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ പേരിൽ നിന്ന് തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ന്യൂമോതൊറാക്സ് എന്ന് പറയുമ്പോൾ ന്യൂമോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലെൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. തൊറാക്സ് നമ്മുടെ ആ ഒരു ചെസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ചെസ്റ്റ് ക്യാവിറ്റിയാണ് നമ്മൾ തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുന്നത്. അത് രണ്ടും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. പെരികാർഡിയൽ എഫ്യൂഷൻ എന്ന് പറയുമ്പോൾ പെരികാർഡിയം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. അവിടെ ഒരു എഫ്യൂഷൻ, പെരികാർഡിയം എഫ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനിടയിലേക്ക് ആ ഒരു ഹാർട്ടിനെ സറൗണ്ട് ചെയ്യുന്ന ആ ഒരു പെരികാർഡിയം എന്ന് പറയുന്ന ആ ഒരു സാക്ക് അല്ലെങ്കിൽ ആ സഞ്ചിയിലേക്ക് ബ്ലഡോ ഫ്ലൂയിഡ്സോ ലീക്ക് ആവുന്ന ഒരു കണ്ടീഷനെയാണ് പെരികാർഡിയൽ എഫ്യൂഷൻ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തതാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. എന്താണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാല്? ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഹാർട്ട് അറ്റാക്ക്.
അതായിരിക്കും നമ്മൾ കൂടുതലും കേട്ടിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമോ അത് തന്നെയാണ് അല്ലെ. ഹാർട്ട് അറ്റാക്ക് എന്നുള്ള ടേം അല്ലേ നമ്മൾ അധികം യൂസ് ചെയ്യാറ്. ബട്ട് ഡോക്ടേഴ്സ് അവരുപയോഗിക്കുന്ന ഒരു ടേമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അവര് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് യൂസ് ചെയ്യുന്ന പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ടേമാണ് കേട്ടോ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു എന്നാണ് അർത്ഥം. Then when an arterial blockage or slow blood flow deprives the heart of blood, അതായത് ഹാർട്ടിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു അഭാവമാണ് അവിടെ ഉണ്ടാകുന്നത്. ആർട്ടീരിയൽ എന്തുകൊണ്ടാണ് അവിടേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിലേക്ക് വരുന്ന ആർട്ടറിയിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടാകുന്നത് മൂലമാവാം. or slow blood flow നല്ല രീതിയിൽ കിട്ടാത്തത് മൂലമോ അല്ലെങ്കിൽ ആ ഒരു ആർട്ടറീസിൽ കൊറോണറി ആർട്ടറീസിലെ ബ്ലോക്കേജ് മൂലമോ ഹാർട്ടിന്റെ ആവശ്യമായിട്ടുള്ള ബ്ലഡ് ലഭിക്കാതെ വരുന്ന ഒരു അവസ്ഥയാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നത്. എന്തിലേക്ക് നയിക്കുന്നു? ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്നു. ഹാർട്ടിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ബ്ലഡ് കിട്ടുന്നില്ല, എന്തെങ്കിലും ബ്ലോക്കേജുകളോ അല്ലെങ്കിൽ ആ ബ്ലഡ് ഫ്ലോ കുറയുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹാർട്ടിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും ആ ഒരു കണ്ടീഷനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഹാർട്ട് അറ്റാക്ക്. മെഡിക്കൽ ടേംസിൽ നമ്മൾ അതിനെ പറയുന്നത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നാണ്. ഓക്കെ, അപ്പൊ ചോദിക്കാട്ടോ മയോകാർഡിയൽ ഇൻഫാക്ഷനെ മറ്റൊരു പേര് അല്ലെങ്കിൽ കോമൺലി അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് എന്ന് ചോദിച്ചാൽ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അത് മാറിപ്പോകാൻ പാടില്ല കേട്ടോ. പേരാണോ മയോകാർഡിയൽ ഇൻഫാക്ഷൻ? ഓക്കെ, ആൻജിന. ആൻജിന എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഈ പറയുന്ന ഒരു ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുൻപ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു സിംറ്റം എന്താണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു സിംറ്റം? നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് നമുക്ക് തോന്നാറ്. ചിലപ്പോ ഒരു സിംറ്റം കാണുമ്പോൾ നമുക്ക് തോന്നാറില്ലേ? എന്താണ്? വെരി ഗുഡ്, ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ നെഞ്ചുവേദന അനുഭവപ്പെടാറുണ്ട് അല്ലെ. ആ നെഞ്ചുവേദന അനുഭവപ്പെടുന്നതിനെയാണ് നമ്മൾ ആൻജിന എന്ന് പറയുന്നത്. ഒരു സിംറ്റം ആണ്. എന്തിനേക്കുള്ള സിംറ്റം ആണ്? ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ട പല പ്രോബ്ലംസിന്റെയും ഒരു സിംറ്റം അല്ലെങ്കിൽ ലക്ഷണമായിട്ട് കാണിക്കുന്ന ഒരു അവസ്ഥയാണ് ആൻജിന എന്നത്. നമുക്ക് ചെസ്റ്റ് പെയിൻ അനുഭവപ്പെടുക. എന്തുകൊണ്ടായിരിക്കാം ഒരു നെഞ്ചുവേദന അനുഭവപ്പെടുന്നത്? അത് പലതിരിക്കും. ചിലർ ഗ്യാസിന്റെ ഒക്കെ നെഞ്ചുവേദന വരുമ്പോൾ നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് ആണ് തോന്നാറുണ്ട് കേട്ടോ. ആ ഒരു കണ്ടീഷൻ അല്ല, നമുക്കൊരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് ഒരു സിംറ്റം ആദ്യമായിട്ട് കാണിക്കുന്നത് ശരിക്കും ഒരു വലിയൊരു സിംറ്റം തന്നെയാണ് ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഒരു നെഞ്ചുവേദന അനുഭവപ്പെടുക? അതെ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്ലഡ് ഫ്ലോ ഇല്ലാത്തത് കൊണ്ട് അല്ലെ. ആവശ്യമായിട്ടുള്ള ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ആ ഒരു ഹാർട്ടിലേക്ക് കിട്ടാത്തത് കൊണ്ടാവും. അത് തന്നെയാണ് a disease in which narrowing of the arteries supplying the heart resulting in reduced blood flow and chest pain. എന്തെങ്കിലുമൊക്കെ ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടറി എന്ത് ചെയ്യും? ചുരുങ്ങിപ്പോകും അല്ലെ. ബ്ലഡ് ഫ്ലോ പോകാനായിട്ട് ബ്ലഡ് നല്ല രീതിയിൽ ഫ്ലോ ചെയ്ത് പോകാനായിട്ടുള്ളൊരു പാത അവിടെ ഇല്ല, ഒരു വഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഹാർട്ടിലേക്ക് എത്തുന്ന ബ്ലഡിന്റെ ആ ഒരു ഫ്ലോ കുറയും അല്ലെ. അങ്ങനെ കുറയുന്നത് മൂലം അവിടെ എന്ത് ചെയ്യുന്നില്ല? അപ്പൊ നമുക്ക് അങ്ങനെ കുറയുമ്പോഴാണ് ആ ഒരു ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ ആ നെഞ്ചുവേദന അനുഭവപ്പെടുന്ന ഒരു ഡിസീസ് കണ്ടീഷനെയാണ് ആൻജിന എന്ന് പറയുന്നത്. യൂഷ്വലി എ സിംറ്റം ഓഫ് കൊറോണറി ആർട്ടറി ഡിസീസ്. നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രോബ്ലംസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ പ്രോബ്ലംസിലേക്കാണ് ഇത് ലീഡ് ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പുള്ള ഒരു സിംറ്റം അല്ലെങ്കിൽ ഒരു ലക്ഷണമായിട്ട് നമുക്ക് ഈ ഒരു ആൻജിനെ കൺസിഡർ ചെയ്യുന്നത്. ശരിക്കും ചെസ്റ്റ് പെയിൻ തന്നെയാണ്, നെഞ്ചുവേദന തന്നെയാണ്. ആ നെഞ്ചുവേദന വരുന്നതിന് കാരണം എന്താണ്? നമ്മുടെ ഹാർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ആർട്ടറികളിൽ നിന്ന് ബ്ലഡ് നല്ല രീതിയിൽ കിട്ടുന്നില്ല. കാരണം ആ ആർട്ടറീസ് നാരോ ആയി പോകുന്ന ബ്ലോക്കും കാര്യങ്ങളും വരുമ്പോഴാണ് അത് ചുരുങ്ങി പോകുന്നത്. അപ്പൊ അങ്ങനെ ചുരുങ്ങി പോകുമ്പോൾ മതിയായ രീതിയിലുള്ള ബ്ലഡ് ആ ഹാർട്ടിലേക്ക് സപ്ലൈ ചെയ്യാൻ കഴിയാത്തത് മൂലമാണ് ഈ ഒരു നെഞ്ചുവേദന അനുഭവപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ ആൻജിന? ഓക്കെ ആണോ കണ്ടീഷൻ? ഓക്കെ, നെക്സ്റ്റ് സെറിബ്രോവാസ്കുലർ ആക്സിഡന്റ് അല്ലെങ്കിൽ CVA. ഇതിന്റെ എക്സ്പാൻഡ് ഫോമും ഷോർട്ട് ഫോമും നോക്കണം കേട്ടോ. സെറിബ്രോവാസ്കുലർ ആക്സിഡന്റ്. നമുക്ക് കുറച്ച് അബ്രിവിയേഷൻസ് ഇതിന്റെ ചാപ്റ്ററിൽ ലാസ്റ്റ് പഠിക്കാനുണ്ട്. എന്നാൽ പോലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അത്ര ഇത് വിവിധമാക്കുന്ന നമ്മൾ അധികം അബ്രിവിയേഷൻസ് പഠിച്ചിട്ടില്ല. CVA നോക്കി വെക്കാം കേട്ടോ. സെറിബ്രോവാസ്കുലർ ആക്സിഡന്റ്, കോമൺലി കോൾഡ് സ്ട്രോക്ക്. ഇത് എന്താണ് നമ്മൾ ഉപയോഗിക്കാറ്? സ്ട്രോക്ക് എന്നല്ലേ നമ്മൾ കോമൺ ആയിട്ട് പറയാറ് അല്ലെ. എന്തുകൊണ്ടാണ് സ്ട്രോക്ക് ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് സ്ട്രോക്ക് ഉണ്ടാവുന്നത്? സ്ട്രോക്ക് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ബ്ലോക്കേജ് ഉള്ളത് കൊണ്ടാവും. ബ്ലഡ് വെസൽസിന് ബ്ലോക്കേജ്. എവിടേക്കുള്ള ബ്ലഡ് വെസൽസിനായിരിക്കും?
എവിടേക്കുള്ള ബ്ലഡ് വെസൽസിന് ബ്ലോക്കേജ് ഉണ്ടാകുമ്പോഴാണ് ബ്രെയിനിലേക്കുള്ള വെരി ഗുഡ് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് വെസൽസിന് ബ്ലോക്കേജ് ഉണ്ടാകുന്ന അവസ്ഥ അല്ലെ occurs when the brain is deprived of blood and oxygen by either a blockage of the rupture of a blood vessel. അപ്പൊ നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന ബ്ലഡ് വെസൽസില് ഇപ്പൊ നമ്മുടെ ബ്ലഡ് ഓക്സിജൻ ഒക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് ബ്രെയിനിലേക്ക് എത്തണമെങ്കിൽ ബ്ലഡ് വെസൽസിലൂടെയാണ് എത്തുന്നത്. അപ്പൊ നമ്മുടെ ബ്ലഡിലേക്ക് പോകുന്ന ഇങ്ങനെയുള്ള ബ്ലഡ് വെസൽസില് എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ റപ്ചർ ആകും അത് പൊട്ടിപ്പോവുകയോ ചെയ്യുന്നു. അപ്പൊ പ്രഷർ ഒക്കെ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യാം നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് വെസൽസ് കൊടുക്കാം അല്ലെ പൊട്ടി ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ വന്നാണ് കൂടുതലും ഈ സ്ട്രോക്കിന്റെ ഭാഗമായിട്ട് ആളുകൾ മരണപ്പെടുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു ബ്ലഡ് വെസൽസ് ബ്ലഡ് പ്രഷർ ഒക്കെ കൂടുന്ന സമയത്ത് ചിലപ്പോൾ ആ ബ്ലഡ് വെസൽസ് റപ്ചർ ചെയ്യാം അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ബ്ലോക്കേജ് സംഭവിക്കുന്നത് കൊണ്ടോ ശരിയായ രീതിയിൽ ബ്ലഡും ആ ഓക്സിജനും ഒന്നും നമ്മുടെ ഈ ഒരു ബ്ലഡ് വെസൽസിലൂടെ ആ ബ്രെയിനിലേക്ക് എത്തുന്നില്ല. ആ ഒരു ലഭ്യസ്ഥിതി അല്ലെങ്കിൽ ആ ഒരു ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജൻ ഒക്കെ നമ്മുടെ ബ്രെയിനിലേക്ക് ലഭിക്കാതെ വരുന്ന ഒരു കണ്ടീഷനാണ് ശരിക്കും സ്ട്രോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ നമുക്ക് സ്ട്രോക്കിന് പകരം എന്ത് ഉപയോഗിക്കാം, എന്ത് ടേംസ് ആണ് മെഡിക്കൽ പ്രൊഫഷൻസ് യൂസ് ചെയ്യുന്നത്? സ്ട്രോക്കിന് പകരം കോമൺ ആയിട്ട് അവർ മെഡിക്കൽ ടേംസിൽ ഉപയോഗിക്കുന്നത് എന്ത് വേർഡാ? CVA എന്ന് പറയുന്ന വേർഡാണ് കേട്ടോ. സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ് അല്ലെങ്കിൽ അവര് ആ ടേമായിരിക്കും ഉപയോഗിക്കുക. അവർക്കത് മനസ്സിലാവും അല്ലെ? നമ്മളോട് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവോ? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്നതാണ് കണ്ടീഷൻ എന്നുള്ളത് അറിയാം അല്ലെ? കോമൺ ആയിട്ട് നമ്മൾ സ്ട്രോക്ക് എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിലോ അവരുടെ മെഡിക്കൽ ടേംസിൽ അതിനെ സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്തതാണ് സെപ്സിസ്. കേട്ട് കാണുമായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒക്കെ ചാപ്റ്റേഴ്സിൽ നമ്മൾ സെപ്സിസ് പഠിച്ചു കാണും അല്ലെ? സെപ്സിസ് എന്ന് പറഞ്ഞാൽ ഒരു സീരിയസ് കണ്ടീഷൻ കോസ് ദ ബോഡീസ് റെസ്പോൺസ് ടു സിവിയർ ഇൻഫെക്ഷൻ. ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു അണുബാധയോടുള്ള നമ്മുടെ ശരീരത്തിന്റെ പ്രതികരണമാണ് സെപ്സിസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. വലിയൊരു സീരിയസ് ഇൻഫെക്ഷൻ വന്നാൽ നമ്മുടെ ശരീരം സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രതികരിക്കും അല്ലെ? നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കുന്ന ഒരു പ്രതികരണത്തെയാണ് നമ്മൾ ഇന്ന് പറയുന്നത് സെപ്സിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ആണ് പറയുന്നത്. occurs when the body's infection fighting response. നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു? ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിലേക്ക് വന്നാൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യും അല്ലെ? അതിനെതിരെ ഫൈറ്റ് ചെയ്ത ഒരു റെസ്പോൺസ് കാണിക്കും. അതിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് പ്രതികരിക്കുക അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഫൈറ്റിംഗ് റെസ്പോൺസ് ഉണ്ടാവും. അത് നമുക്കൊരു ഗെറ്റ് ഔട്ട് ഓഫ് ബാലൻസ്, ഒരു ബാലൻസിൽ നിർത്താൻ പറ്റാതെ വരുന്ന ഒരു കണ്ടീഷനാണ് സെപ്സിസ്. ഒരു എന്താണ് ഔട്ട് ഓഫ് കൺട്രോൾ ആണ്, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ബാലൻസിൽ നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ക്യാൻ ലീഡ് സിവിയർ ഇഷ്യൂസ് ലൈക്ക് ഓർഗൻ ഫെയിലിയർ മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നയിച്ചേക്കാം. ആ ഒരു കണ്ടീഷനെയാണ് സെപ്സിസ്. അപ്പൊ സെപ്സിസ് എന്ന് പറഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കുക, ഒരു സിവിയർ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഗുരുതരമായ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിലേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു അവസ്ഥയാണ് സെപ്സിസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ശരിക്കും ബോഡിയുടെ ഇൻഫെക്ഷൻ ഫൈറ്റിംഗ് റെസ്പോൺസ് ആണ്, ഇൻഫെക്ഷനെതിരെ ബോഡി ഫൈറ്റ് ചെയ്യുന്ന ഒരു പ്രതികരണമാണ് അല്ലെ? ഒരു റെസ്പോൺസ് ആണ് കാണിച്ചിരിക്കുക. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഔട്ട് ഓഫ് ബാലൻസ് ആണ്, ഒരു സന്തുലിതാവസ്ഥയിൽ നിലനിർത്താൻ പറ്റാതെ വരുമ്പോൾ അത് ചിലപ്പോൾ ഓർഗൻ ഫെയിലിയർ പോലുള്ള കാര്യങ്ങളിലേക്ക് അങ്ങനെയുള്ള വലിയ വലിയ ഇഷ്യൂസിലേക്ക് അത് നയിച്ചേക്കാം. ഓക്കെ, ഇത്രയും ഭാഗം വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ നമ്മൾ ട്യൂമർ വരെയായിരുന്നു വായിച്ചിരുന്നത്. നെക്സ്റ്റ് ടെൻഷൻ, ന്യൂമോതൊറാക്സ് തുടങ്ങി സെപ്സിസ് വരെ ഒന്ന് വേഗം വായിച്ചു നോക്കി. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും?
ഓക്കെ, അപ്പോ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. അടുത്തതാണ് ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് ആൻഡ് മെഡിക്കേഷൻ ടേംസ്. പലതരത്തിലുള്ള ടൂൾസും എക്യുപ്മെന്റ്സും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. നമ്മുടെ മെഡിസിൻ, നമ്മുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട, ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട് ഒത്തിരി ടൂൾസ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അതിന്റെയൊക്കെ അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ടേമുകളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇതും നിങ്ങൾ ഒത്തിരി കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും കേട്ടോ. ഇച്ചിരി കൂടി സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്. നോക്കിയേ, എൻഡോസ്കോപ്പ് കേട്ടിട്ടുള്ളതല്ലേ അല്ലെ? എൻഡോസ്കോപ്പി ചെയ്യാമെന്ന് നമ്മൾ എപ്പോഴും ഓരോ ചാപ്റ്റേഴ്സിനും മിക്ക ചാപ്റ്റേഴ്സിനും ഡിസ്കസ് ചെയ്യുന്ന ഒരു ടേം തന്നെയാണ് എൻഡോസ്കോപ്പ്. എന്താണ് എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞാല്? എ ലോങ് flexible tube with its own special lighting and camera used to look into the body. നമ്മുടെ ശരീരത്തിനുള്ളിലെ അകത്തെ കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലോങ് ഫ്ലെക്സിബിൾ ട്യൂബ്, അതിൽ എന്തുണ്ടാകുന്ന സ്വന്തമായിട്ട് അതിൽ തന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ലൈറ്റിങ്ങോ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ആ ലോങ് ഫ്ലെക്സിബിൾ ട്യൂബ് നമ്മുടെ ശരീരത്തിനകത്ത് കൂടെ കടത്തിവിട്ടുകൊണ്ട് നമുക്ക് അതിനുള്ളിലുള്ള കാര്യങ്ങളെ കാണാനായിട്ട് അല്ലെങ്കിൽ നിരീക്ഷിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ് ആണ് എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത്. There are many specific kinds of endoscope. പലതരത്തിലുള്ള നിരവധി തരത്തിലുള്ള എൻഡോസ്കോപ്പുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഓക്കെ, എൻഡോസ്കോപ്പ് ക്ലിയർ ആണല്ലോ? എൻഡോസ്കോപ്പ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് മിസ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ കേട്ടോ. രണ്ടാമത്തത് ഫോളി. എന്താണ് ഫോളി എന്ന് പറഞ്ഞാൽ? an indwelling catheter, a thin flexible tube inserted into the urethra to drain the blood. ഇപ്പൊ നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയുള്ള പേഷ്യൻസിന് മൂത്രം പോവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കാം, യൂറിൻ പോവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് കത്തീറ്ററൈസേഷൻ ചെയ്യും അല്ലെ, കത്തീറ്റർ പ്ലേസ് ചെയ്യുമെന്ന് പറയും. കേട്ടിട്ടുണ്ടോ അത്? കത്തീറ്റർ പ്ലേസ് ചെയ്യുമെന്ന് പറയും അല്ലെ. അതിനെയാണ് ശരിക്കും ഫോളി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻഡ്വെല്ലിംഗ് കത്തീറ്റർ, നമുക്ക് അകത്ത് വെക്കുന്ന കത്തീറ്ററാണ്. അത് എവിടെയാണ് ഫ്ലെക്സിബിൾ ട്യൂബ് ഇൻസർട്ടഡ് ഇൻടു ദ യൂറീത്ര, നമ്മുടെ മൂത്രനാളത്തില് അല്ലെങ്കിൽ ആ ഒരു മൂത്രനാടിയില് ഈ ഒരു തിൻ ഫ്ലെക്സിബിൾ ട്യൂബ് അല്ലെങ്കിൽ ഈ പറയുന്ന കത്തീറ്റർ പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുന്നു. അവരുടെ യൂറിനറി ബ്ലാഡറിൽ നിന്നുള്ള ആ ഒരു യൂറിൻ എന്ത് ചെയ്യുന്നു? ഡ്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ വലിച്ചു പുറത്തേക്ക് എടുക്കുന്ന ഒരു അവസ്ഥയാണ്, ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഫോളി ഉപയോഗിക്കുന്നത്. ഫോളി എന്ന് പറയുന്നത് ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ആണ്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ യൂറീത്ര അല്ലെങ്കിൽ മൂത്രനാളിയിലേക്ക് ഈ കത്തീറ്റർ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് അവരുടെ യൂറിനറി ബ്ലാഡറിലുള്ള യൂറിൻ എന്ത് ചെയ്യുന്നു? ശേഖരിച്ചിട്ടുള്ള യൂറിനെ നമ്മൾ ഡ്രെയിൻ ചെയ്ത് പുറത്തേക്ക് കളയുന്നു. ക്ലിയർ ആണല്ലോ? ഫോളി എന്താന്ന് ഫോളി എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കില്ല, പക്ഷെ കത്തീറ്റർ ഫേസ് ചെയ്യുക ടേം നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും, കേട്ടിട്ടുണ്ടാവും അല്ലെ. അതിങ്ങനെയാണ് എന്നൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ്, ഫ്ലൂറോസ്കോപ്പ്. എന്താണ് ഒരു ഫ്ലൂറോസ്കോപ്പ്? ആൻഡ് എക്സ്റേ മെഷീൻ can be used for still images or in motion like an animation created by X-ray images. അപ്പൊ ഫ്ലൂറോസ്കോപ്പ് എന്ന് പറയുന്നത് ഒരു എക്സ്റേ മെഷീൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ് ഫ്ലൂറോസ്കോപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ക്യാൻ ബി, നമുക്ക് സ്റ്റിൽ ഇമേജ്, എന്താ സ്റ്റിൽ ഇമേജ്? ഒരു നിശ്ചലമായിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ മോഷൻ ചലിക്കുന്ന രീതിയിലുള്ള ഇമേജുകൾ എടുക്കാം. അതായത് റിയൽ ടൈം ആയിട്ട് നമുക്ക് ഇമേജുകളൊക്കെ എടുക്കാൻ പറ്റും. ഫോണിന്റെ റിയൽ ടൈം യഥാസമയത്ത് തന്നെ നമുക്ക് പലതരത്തിലുള്ള ഇമേജുകൾ എടുക്കാം. അതായത് സിമിലർ ടു ഒരു വീഡിയോ എടുക്കുന്നത് പോലെ. അതാണ് ഇവിടെ പറഞ്ഞത്, അനിമേഷൻ ക്രിയേറ്റഡ് ബൈ എക്സ്റേ ഇമേജുകൾ വെച്ച് നമ്മളൊരു അനിമേഷൻ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചലിക്കുന്ന രീതിയിലുള്ള ആ ഒരു മോഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വീഡിയോ പോലെ നമുക്ക് ഈ ഒരു എക്സ്റേ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ഇമേജുകളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. റിയൽ ടൈം ഇമേജിങ്ങിന് വേണ്ടിയാണ് കൂടുതലും ഫ്ലൂറോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് സ്റ്റെതസ്കോപ്പ്. അറിയാലോ, നമുക്ക് അറിയാവുന്നതാണ് അല്ലെ സ്റ്റെതസ്കോപ്പ്. A small instrument used for listening to a patient's breathing and heartbeat. എന്നിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാ, എന്നിട്ട് ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്നത് ഡോക്ടേഴ്സ്. പേഷ്യൻസിന്റെ ബ്രീത്തിങ് അല്ലെ, ശ്വസനം അറിയാൻ വേണ്ടി. അതുപോലെ ഹാർട്ട് ബീറ്റ്, ഹൃദയമിടിപ്പും ശ്വസനവും എന്ത് ചെയ്യാൻ? ലിസൺ ചെയ്യാൻ, കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടീമാണ് IV, ഇൻട്രാവീനസ് എന്ന് പറയുന്നത് അല്ലെ. അതെന്താ? എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്തിനെ സൂചിപ്പിക്കുന്ന? ഇൻട്രാവീനസ് എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ് ഗിവൺ ത്രൂ ദ വെയിൻ, നമ്മുടെ വെയിൻസിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പുകളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരയിലൂടെ നൽകുന്ന
മെഡിസിൻസ് അല്ലെങ്കിൽ മരുന്നുകളെയോ അല്ലെങ്കിൽ ഫ്ലൂയിഡിനെയോ ഒക്കെയാണ് നമ്മളിത് സൂക്ഷിക്കുന്നത്. ട്രിപ്പൊക്കെ നമ്മുടെ ട്രിപ്സ് ഒക്കെ ഇടാറില്ലേ? അപ്പൊ അവിടെ എന്താണ് നമ്മുടെ വെയിനിലൂടെ അല്ലേ ഇത് കടത്തുന്നത്? അപ്പൊ വെയിനിലൂടെ കടത്തിവിടുന്ന മരുന്നിനെയോ അല്ലെങ്കിൽ ഫ്ലൂയിഡിനെയോ നമ്മൾ വെയിനിലൂടെ കടത്തിവിടുന്നതിനെയാണ് ഇൻട്രാവീനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വെയിൻസിലൂടെ അല്ലെങ്കിൽ വെയിൻസിനകത്തൂടെ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. എപ്പിഡ്യൂറൽ, എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കാറാണ്, കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ ഇപ്പോ നിങ്ങളുടെ സി സെക്ഷൻസ് ഒക്കെ കഴിഞ്ഞ ആളുകൾക്കായിരിക്കും കൂടുതൽ അറിയാവുന്നത്. നമുക്ക് വേദനയൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ നട്ടിലിന്റെ ഭാഗത്താണ് ഒരു ഇഞ്ചക്ഷൻ തരാറുണ്ടോ? എന്തെങ്കിലും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലോ, ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ, ചെയ്തിട്ടുണ്ടാവും നമുക്ക് വേദന കുറയാൻ വേണ്ടി അല്ലെ. അപ്പോ ആ ഒരു ഇഞ്ചക്ഷനെയാണ് ശരിക്കും എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത് കേട്ടാ. അപ്പൊ നമുക്ക് പേര് കേൾക്കുമ്പോൾ നമുക്ക് പരിചയമില്ലായിരിക്കും, പക്ഷെ പറയുമ്പോൾ പരിചയം വരുന്നില്ലേ? An injection of a local anesthetic to the lumbar level of the spine. Spine ആണ് അവിടെ, സ്പൈൻ എന്നാണ്, സ്പിൻ അല്ല കേട്ടോ, സ്പൈൻ ആണ്. Often used to relieve pain during labor. നമ്മുടെ പ്രസവ സമയത്തൊക്കെ വേദനയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് ആ സർജറിയിലുള്ള ഒരു പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും അനസ്തേഷ്യ കൊടുക്കുക അല്ലെ. ലോക്കൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഏരിയയില് നമ്മൾ അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടി ആ ഒരു വേദനയൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ലേബർ അല്ലെങ്കിൽ പ്രസവ സമയത്ത് നമ്മൾ ആ ഒരു പേഷ്യന്റിന് എന്ത് ചെയ്യാറുണ്ട്? അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിന് എന്ത് ചെയ്യാറുണ്ട്? അവരുടെ ലംബാർ റീജിയൻ അല്ലെങ്കിൽ അവരുടെ നട്ടലിന്റെ താഴെ അല്ലെങ്കിൽ ആ ഒരു അരക്കെട്ടിന്റെ ഭാഗത്തായിട്ട് ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു അനസ്തെറ്റിക് ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. ആ ഒരു ഇഞ്ചക്ഷനെയാണ് എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? എപ്പിഡ്യൂറൽ എന്ന് പറയുന്ന ടേം ഇന്നതാണ് എന്നൊന്ന് കണക്ട് ചെയ്ത് വെക്കണം കേട്ടോ. സബ്ലിംഗ്വൽ, എന്താണ് സബ്ലിംഗ്വൽ? മീനിങ് ബിലോ ദ ടങ്. നമ്മുടെ ടങ് അല്ലെങ്കിൽ നമ്മുടെ നാവിനടിയിൽ, നമ്മുടെ നാവിന് കീഴെ എന്നുള്ള നാവിന് താഴെ എന്നുള്ള ഒരു അർത്ഥമാണ് ഇതിന്റെ വരുന്നത്. ചില മരുന്നുകളുമായിട്ട് നമ്മുടെ മരുന്ന് മെഡിക്കേഷൻസ്, ഈ പറയുന്ന ഒക്കെ മെഡിക്കേഷൻസുമായി ബന്ധപ്പെട്ട ടേംസ് ആണ് കേട്ടോ. നമ്മൾ ചില മരുന്നുകൾ എന്ത് ചെയ്യാം? ഇപ്പൊ കുട്ടികളുടെയൊക്കെ ചില മരുന്നുകളൊക്കെ നാവിനടിയിൽ വെച്ച് അലിയിച്ച് കഴിക്കണം എന്ന് പറയാറുണ്ട്, കേട്ടിട്ടുണ്ടോ? ചില മരുന്നുകൾ, എല്ലാ മരുന്നും മെഡിസിൻസും അല്ല കേട്ടോ, ചിലയുള്ള മെഡിസിൻസ് മാത്രം. ദാറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റ് ബൈ ഡിസോൾവിംഗ് ഇറ്റ് അണ്ടർ ദ പേഷ്യന്റ് ടങ്. ആ പേഷ്യന്റിന്റെ നാവിനടിയിൽ അല്ലെങ്കിൽ നാവിന് താഴെ വെച്ച് ഡിസോൾവ് ചെയ്ത് അല്ലെങ്കിൽ അലിയിച്ച് കൊടുക്കേണ്ടതായിട്ടുള്ളത് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളത് ആ ഒരു ടേമിനെ അതിനു വേണ്ടിയാണ് നമ്മൾ സബ്ലിംഗ്വൽ ആയിരിക്കും അവിടെ അത് കൊടുക്കുക. സബ്ലിംഗ്വൽ എന്നുള്ളൊരു മെഡിക്കൽ ടേമാണ് അത് ഉപയോഗിക്കുന്നത്. അതിന്റെ മീനിങ് എന്താണ്? ബിലോ ദ ടങ്, നാവിന് താഴെ എന്നുള്ള രീതിയിലാണ് അത്. കൂടുതലായിട്ടും മെഡിക്കൽ ടേംസിലാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് യൂസ് ചെയ്യുന്ന ഒരു ടേം കേട്ടോ. അടുത്തതാണ് നൊക്റ്റിൻ. നൊക്റ്റിൻ എന്ന് പറയുന്ന ടേം താഴെ പറയുന്ന ഓൾമോസ്റ്റ് മിക്കതും നമ്മുടെ മെഡിസിൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ടേമുകളാണ് കേട്ടോ. നൊക്റ്റിൻ എന്ന് പറഞ്ഞാൽ ദ ലാറ്റിൻ നെയിം ഫോർ, ലാറ്റിൻ വേർഡ് ആണ് കേട്ടോ, ഫോർ അതിന്റെ മീനിങ് ആണ് at night. അത് അണ്ടർലൈൻ ചെയ്തിട്ട് ആ ഒരു മീനിങ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ലാറ്റിൻ വേർഡ് ആണ്, നമ്മുടെ കുറച്ച് ലാറ്റിൻ വേർഡ് ആണ് ആ മീനിങ് ഫോർ at night എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ഒരു വേർഡ് അത്ര എരിക്കുള്ളത് മാത്രമേ ഉള്ളൂ, ലാറ്റിൻ വേർഡ് ആണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് at night, രാത്രി എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം ചില മരുന്നുകൾ നമ്മളോട് രാത്രി മാത്രം കഴിക്കാനായിട്ട് നിർദ്ദേശിക്കാറില്ലേ? ഇല്ലേ? രാത്രി മാത്രം കഴിക്കാൻ നിർദ്ദേശിക്കാറില്ലേ? അതാണ് ഇവിടെ നൊക്റ്റെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കി, ടിപ്പിക്കലി ഇൻ റെഫറൻസ് വെൻ മെഡിക്കേഷൻ ഷുഡ് ബി അഡ്മിനിസ്ട്രേഡ്. ആ മരുന്ന് എപ്പോഴാണ് കൊടുക്കേണ്ടത്? രാത്രിയിലാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? ദ മെഡിസിൻ to be taken nocte എന്ന് എഴുതും. അപ്പൊ ആ ഒരു മെഡിസിൻ നൊക്റ്റെയാണ് കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ അത് അവിടെ ഇരിക്കുന്ന മറ്റ് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് അത് മനസ്സിലാവണം അല്ലെ. നൊക്റ്റെ എന്ന് ഉദ്ദേശിക്കുന്നത് രാത്രി മാത്രം അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കേണ്ട ഡ്രഗ്സ് ആണ് എന്ന് മനസ്സിലാവണം. അതുപോലെ തന്നെ മാനെ, എന്താണ് മാനെ എന്നുള്ളത്? നേരെ ഓപ്പോസിറ്റ്. എപ്പൊ കൊടുക്കേണ്ടതായിരിക്കും? ലാറ്റിൻ വേർഡ് മീനിങ് ഫോർ ദ എന്താണ്? മോർണിംഗ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇൻ ദ മോർണിംഗ്, രാവിലെ കഴിക്കേണ്ട ചില മരുന്നുകളുണ്ട് അല്ലെ. ഏതാണ്? ഗ്യാസിന്റെയൊക്കെ മരുന്നുകളൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുൻപ് നമ്മളാണ് രാവിലെയൊക്കെ കഴിക്കാറ് അല്ലെ. മറ്റു മെഡിസിൻസ് കഴിക്കുന്നതിന് മുൻപാണ്. അങ്ങനെ ചില മരുന്നുകൾ രാവിലെ കഴിക്കേണ്ടതാണ്. അപ്പോഴും ഇതുപോലെ നമ്മുടെ ഡോക്ടേഴ്സ് ചെയ്തു മെഡിക്കേഷൻ ടു ബി ടേക്കൺ എന്ന് എഴുതുമ്പോ എന്താ മനസ്സിലാക്കേണ്ടത്? മെഡിക്കേഷൻ നമ്മൾ എടുക്കേണ്ടത് ഇൻ ദ മോർണിംഗ് ആണ് എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഓഡി എന്തായിരിക്കും? ഓഡി when referring to medication instructions once daily.
അറിയാറില്ലേ? വരുന്ന നമ്മുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോ പറഞ്ഞു തരും അല്ലെ, ദിവസത്തിൽ ഒരിക്കൽ അല്ലെ, ഒരിക്കൽ മാത്രം എടുക്കേണ്ടതാണ് OD, once daily. അതിന്റെ ഷോർട്ട് ഫോം ആണ് OD. ഓക്കെ, once daily അല്ലെങ്കിൽ OD. അതിന്റെ 2 വേർഡ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. OD എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? എന്ത് ഇൻസ്ട്രക്ഷനിൽ നിർദ്ദേശമാണ്? once daily, ദിവസത്തിൽ ഒരിക്കൽ കഴിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? BDS, അതിന്റെ ലാറ്റിൻ വേർഡ് ആണ് വിസ്ഡിസുമെന്റം. ആ ഒരു പേര് എന്തുകൊണ്ടാണ് BDS അല്ലെങ്കിൽ ആ ഷോർട്ട് ഫോം വന്നിരിക്കുന്നത് എന്താണെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. BDS എന്ന് പറഞ്ഞാല് ഏത് ലാറ്റിൻ വേർഡിൽ നിന്ന് അത് വന്നിരിക്കുന്നത്? വിസ്ഡിസുമെന്റം. അപ്പൊ അതിന്റെ ആദ്യത്തെ ലെറ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബി, വിസ്, ഡി എന്ന് പറഞ്ഞാൽ ഡി, ഡൈ, സുമെന്റം എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു എസ് ആണ് അവിടെ കാണുന്നത്. BDS എന്ന് ഷോർട്ട് ആക്കാൻ നമ്മൾ എഴുതിയിരിക്കുന്നത്. മീനിങ് ടേക്ക് 2 times per day. എന്താ വെച്ചാൽ ദിവസത്തിൽ എത്ര തവണ കഴിക്കണം എന്നാണ് പറയുന്നത്? അല്ലെങ്കിൽ എത്ര തവണ മെഡിസിൻ എടുക്കണം? 2 തവണ അല്ലെ, ദിവസത്തിൽ 2 തവണ. TDS, അതിന്റെ ലാറ്റിൻ നെയിമാണ് ടെർഡിസുമെന്റം. TDS, ടെർഡിസുമെന്റം. മീനിങ് ടേക്ക് 3 times per day. നമുക്ക് ആ ഒരു പ്രതിദിനം എത്ര പ്രാവശ്യം എടുക്കണം? എത്ര തവണ മെഡിസിൻ എടുക്കണം? 3 തവണ. QDS എന്താ? കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. O എന്ന് പറയുമ്പോൾ 1 എന്നാണ് ആലോചിക്കും. നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ബൈ, ട്രൈ, ക്വാർട്ടർ എന്നൊക്കെ യൂസ് ചെയ്യാറില്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് അല്ലേ ഇത്? 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞാൽ O എന്ന് പറഞ്ഞാൽ 1 ഓർത്ത് വയ്ക്കാം. B എന്ന് പറയുമ്പോൾ ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര അർത്ഥം വരുന്നത്? ബൈ എന്ന് പറയുമ്പോ 2 എന്നുള്ള അർത്ഥമല്ലേ വരുന്നത്? അല്ലെ, 2 എന്നൊരു അർത്ഥമാണ് വരുന്നത്. ട്രൈ എന്ന് പറയുമ്പോഴോ എത്രയാണ്? 3 എന്നൊരു അർത്ഥമാണ് വരുന്നത് അല്ലെ. ക്വാർട്ടർ എന്ന് പറയുമ്പോ നമ്മളൊരു ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ക്വാർട്ടർ എന്നൊക്കെ നമ്മൾ എന്തെങ്കിലും പറയാറില്ലേ? 4 എന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ ഇവിടെ അങ്ങനെ ചിന്തിച്ചാലും മതി കേട്ടോ. അപ്പൊ അത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മാറിപ്പോവാണ്ട് കിട്ടും. അല്ലെങ്കിൽ ഈ പറയുന്ന ഷോർട്ട് വേർഡ്സ് ആയതുകൊണ്ട് ചിലപ്പോൾ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒന്ന് ഓർത്തെടുത്താലും കിട്ടും കേട്ടോ. ആ ഒരു നമ്പർ അനുസരിച്ച് നിങ്ങൾ ഓർത്താൽ മതി. 4 എന്ന് പറയുമ്പോൾ ക്വാർട്ടർ ആണ്. QDS ആണ്. 3 എന്ന് പറയുമ്പോൾ 3 times per day ആണെങ്കിൽ TDS ആയിരിക്കും വരാം. 2 times ആണെങ്കിൽ B ആയിരിക്കും വരാം. അങ്ങനെ ഒന്ന് ആലോചിച്ച് നേരെ ഓപ്പോസിറ്റ് ആലോചിച്ച് പഠിച്ചാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാം. അപ്പൊ QDS എന്ന് പറഞ്ഞാൽ ക്വാർട്ടർഡിസുമെന്റം. മീനിങ് ടേക്ക് 4 times per day. പ്രതിദിനം 4 പ്രാവശ്യം മരുന്ന് എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, PR, prorinator, അതായത് ഓർ ടേക്സ് ആസ് നീഡഡ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അല്ലെ ആവശ്യാനുസരണം എടുക്കുക എന്നുള്ളതാണ് PR. എന്താണ്? prorinator or take as needed. ആവശ്യാനുസരണം നമുക്ക് എടുക്കാം. ചില മരുന്നുകൾ നമുക്ക് പറയാം ആവശ്യമുള്ളവ മാത്രം കഴിച്ചാൽ മതി. നിങ്ങൾക്ക് എപ്പോഴാണ് വേദന അനുഭവപ്പെടുന്നത് അപ്പോൾ കഴിച്ചാൽ മതി. നിങ്ങൾക്ക് ചില മെഡിസിൻസ് നമുക്ക് പറഞ്ഞു തരാറുണ്ട് അല്ലെ ഡോക്ടേഴ്സ്. അല്ലെങ്കിൽ എപ്പോഴും കഴിക്കില്ല, നിങ്ങൾക്ക് ആവശ്യം എപ്പോഴാണ് വരുന്നത്? ഇപ്പൊ ചുമയൊക്കെ ഉണ്ടെങ്കിൽ ചുമ വരുന്ന സമയത്ത് കഴിച്ചാൽ മതി. നമുക്ക് പറഞ്ഞ ചില മെഡിസിൻസ് തരാറില്ലേ? അപ്പൊ അങ്ങനെ ആവശ്യാനുസരണം കഴിച്ചാൽ മതി. PR എന്ന് പറഞ്ഞാൽ ലാറ്റിൻ per rectum എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ചില സപ്പോസിറ്ററീസ് ഒക്കെ ഉണ്ട്. നമ്മൾ സപ്പോസിറ്ററീസ് ഒക്കെ വെക്കാറുണ്ട് അല്ലെ. ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലൊക്കെ എന്താണ് പനി, ഫീവർ ഒക്കെ കുറയുന്നില്ല, അവർ ശ്രദ്ധിച്ചാണെങ്കിൽ സപ്പോസിറ്ററി വെക്കാറ്. അത് എവിടെ വെക്കാറ്? എവിടെ വെക്കുന്നവരുടെ റെക്ടലിയാണ് അല്ലെ. അവരുടെ മലദ്വാരത്തിനടുത്തല്ലേ വെക്കുന്നത് അല്ലെ, റെക്ടത്തിലൂടെ. റെക്ടലി ഇതാണ് ടു ബി ടേക്കൺ റെക്ടലി. ഇതാണ് PR, per rectum. റെക്ടത്തിലൂടെയാണ് നമ്മളത് എടുക്കുന്നത്. PO, per oral എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എങ്ങനെ എടുക്കുക? ഓറലി അല്ലെങ്കിൽ മൗത്തിലൂടെ, നമ്മുടെ വായിലൂടെ നമ്മൾ കഴിക്കുന്ന മരുന്നുകളാണ് മൗത്ത് അല്ലെങ്കിൽ ഓറൽ. PO. IV push എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മൾ എന്താണ് കുറച്ച് ആ ഒരു മരുന്നിന്റെ മെഡിക്കേഷൻസ് എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട ടേംസ് ആയിരുന്നു കേട്ടോ. അതൊരൊറ്റ ഭാഗമായിട്ട് അവരൊഴിച്ച് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. നല്ല വേണ്ട ഒരു ഓർഡറിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത്, പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടുന്നത്, അതിനനുസരിച്ച് നിങ്ങളുടേതായ സ്വന്തമായിട്ടുള്ളൊരു മെത്തേഡ് കണ്ടുപിടിച്ച് ഒരു കോഡൊക്കെ കണ്ടുപിടിച്ച് ഓർത്ത് വെക്കാം കേട്ടോ. IV push എന്ന് പറഞ്ഞാല് എ ഡയറക്റ്റ്
റാപ്പിഡ് ഇഞ്ചക്ഷൻ ഓഫ് മെഡിക്കേഷൻ ഡെലിവേർഡ് ഇൻട്രാവീനിയസ്ലി. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഇൻട്രാവീനിയസ് നമ്മുടെ ഞരമ്പിലൂടെ നമ്മൾ നേരിട്ട് ഒരു പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു വേഗത്തിൽ നമ്മളൊരു മരുന്ന് ഇഞ്ചക്ട് ചെയ്യുന്നതിനെയാണ് IV പുഷ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ക്യാനുലയോ കാര്യങ്ങളോ ഒന്നും പ്ലേസ് ചെയ്യാതെ നമ്മൾ ഞരമ്പിലൂടെ നേരിട്ട് ഒരു പെട്ടെന്നൊരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ മെഡിസിൻസ് ഇഞ്ചക്ഷൻ വഴി കൊടുക്കുന്നതിനെയാണ് IV പുഷ് എന്ന് പറയുന്നത്. ആൻഡ് NS നോർമൽ സലൈൻ, നമ്മൾ ഡ്രിപ്സ് ഒക്കെ ഇടാൻ പോകുമ്പോൾ അതിലെന്താ എഴുതിയിരിക്കുക? നോർമൽ സലൈൻ എഴുതാറില്ലേ? കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടോ അതൊക്കെ? അതെ, നോർമൽ സലൈൻ അല്ലെങ്കിൽ NS. ഇതൊന്നും നമുക്ക് മാറിപ്പോകുന്ന കാര്യമല്ല, ഒന്ന് വായിച്ചാൽ ഓർമ്മ കിട്ടുന്ന കാര്യമാണ്. A mixture of salt and water similar to what's produced by the body. നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ശരീരം എങ്ങനെയാണോ ഉത്പാദിപ്പിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മളൊരു മിക്സ് ഉണ്ടാക്കിയെടുക്കുന്നു. പലതരത്തിലുള്ള സാൾട്സ് അല്ലെങ്കിൽ ലവണങ്ങളോ വാട്ടറോ ഒക്കെ വെച്ചിട്ട് അതിന്റെ പോലെ തന്നെ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെയുള്ളൊരു മിക്സ്ചർ ഉണ്ടാക്കിയെടുത്ത് അത് നമുക്ക് എന്ത് ചെയ്തു, നമുക്കിപ്പോ ക്ഷീണമൊക്കെ അനുഭവപ്പെടുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ നമുക്ക് അവർ തരുന്ന ഒരു ഫ്ലൂയിഡ് ആണ് അല്ലെ, എന്താണ് ഡ്രിപ്സിലൂടെ തരുന്ന ഫ്ലൂയിഡ് ആണ് നോർമൽ സലൈൻ എന്ന് പറയാം. അപ്പൊ ഇത്രയും വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് ആൻഡ് മെഡിക്കേഷൻ, മെഡിക്കൽ ടേംസ് ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇതിന് ബാക്കിയൊന്നും കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല കേട്ടോ. നിങ്ങൾ പഠിച്ചോർത്ത് എടുക്കാൻ പറ്റും. ആ ഒരു മെഡിസിൻസിന്റെ ആ ഒരു അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ടേംസ് പറയുന്നത് മാത്രമേ മാറിപ്പോവാൻ സാധ്യതയുള്ളൂ കേട്ടോ. സലൈൻ ORS അല്ലടാ, നമ്മുടെ എന്താണ് NaCl പോലെയുള്ള ചില സാൾട്ടുകൾ അല്ലെങ്കിൽ ORS അല്ല ശരിക്കും ഉദ്ദേശിക്കുന്നത്. നോർമൽ നമ്മൾ ഡ്രിപ്സ് ഒക്കെ ഇടാറില്ലേ, അതിൽ ശരിക്കും ORSന്റെ ഒരു കണ്ടന്റ് അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. മറ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സാധാരണ ലവണങ്ങളും വാട്ടറിന്റെ ഒക്കെ കണ്ടന്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ORS എന്ന് പറയുന്നത് നമ്മൾ ഓറലി എടുക്കുന്നതല്ലേ. ഓക്കെ, ക്ലിയർ ആണോ? ടേംസ് എല്ലാം ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ജസ്റ്റ് വേറെ ഒരെണ്ണോട് പറഞ്ഞു പോവാം കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് ഒത്തിരി ഒന്ന് മനസ്സിലാക്കി എടുക്കാനുള്ളത് കൊണ്ടാണ്. അടുത്തതായിട്ട് നമുക്ക് മെഡിക്കൽ ജാർഗൺ ഓഫ് സ്ലാങ്. ഇപ്പൊ മെഡിസിനൽ ഫീൽഡിൽ പലതരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്ലാങ് അവർ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ സ്ലാങ് ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഓരോ പദപ്രയോഗങ്ങൾ നടത്തുന്നത് പോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലും അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ അല്ലെങ്കിൽ സ്ലാങ്ങുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ ഒന്നാമതാണ് ഷാംപെയിൻ ടാപ്പ്. ഷാംപെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഷാംപെയിൻ? കേട്ടിട്ടുണ്ടോ? എന്താണ് ഷാംപെയിൻ? കേട്ടിട്ടേ ഇല്ലേ? എന്റെ ടോമൊക്കെ പോയാ? ഷാംപെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടിട്ടില്ലേ നിങ്ങള്? എന്താണ്? ഒരു വിദേശ വൈനാണ് അല്ലെ, വിദേശത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മദ്യം അല്ലെങ്കിൽ ഒരു വൈനാണെന്ന് നമുക്ക് പറയാം അല്ലെ. വീഞ്ഞിനെയൊക്കെയാണ് അവര് വൈൻ അല്ലെങ്കിൽ വീഞ്ഞിനെയൊക്കെയാണ് അവര് ഷാംപെയിൻ എന്ന് പറയുന്നത് അല്ലെ. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഷാംപെയിൻ ടാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ടേമുമായി ബന്ധപ്പെട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കുറച്ച് ചെറിയ പദപ്രയോഗങ്ങൾ അവർ നടത്താറുണ്ട്. അതായത് ഇവിടെ ഒരു സക്സസ്ഫുൾ ഒരു ലംബാർ പങ്ക്ചർ എന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയൊക്കെ കവർ ചെയ്തിട്ട് സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട് അല്ലെ. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട് കേട്ടോ. ഇത് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, എന്നാലും മനസ്സിലാവുള്ളേ. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പൊ ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നമുക്ക് പല രോഗനിർണയത്തിനും വേണ്ടിയിട്ട് എടുത്ത് പരിശോധിക്കേണ്ടതായിട്ട് വരും.
ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഈ ലംബാർ പങ്ക്ചർ എന്ന് പറഞ്ഞാല് ഒരു നീഡില് ഈ പറയുന്ന ബ്രെയിനിന്റെ ബ്രെയിൻ അല്ല കൂടുതൽ സ്പൈനില്ലേ നമ്മുടെ നട്ടലിന്റെ ഈ അരഭാഗത്ത് നിന്നാണ് ആ ഒരു നമ്മുടെ നട്ടലിന്റെ ആ അരഭാഗത്ത് ഈ പറയുന്ന ഫ്ലൂയിഡ് ഉണ്ടാവുമല്ലോ. കാരണം ബ്രെയിൻ സ്പൈനൽ കോഡിനെ കവർ ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ആ ഫ്ലൂയിഡ് ഉണ്ടാവും. അപ്പൊ അവിടെ നിന്ന് ഇഞ്ചക്ഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്യും ആ ഒരു ഫ്ലൂയിഡിനെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പലതരത്തിലുള്ള രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ട് ടെസ്റ്റുകൾക്കും കാര്യങ്ങൾക്കും ആയിട്ട്. അപ്പൊ ഇവര് ഈ ഇഞ്ചക്ഷൻ ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലൂയിഡില് യാതൊരുവിധ റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBCയോ ഇല്ല എങ്കിൽ ബ്ലഡിന്റെ ഒരു കണ്ടന്റും ഇല്ലായെങ്കിൽ ആ ഒരു പ്രൊസീജിയർ വളരെ സക്സസ്ഫുൾ ആണ്, വിജയകരമാണെന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ എത്രത്തോളം ഈ ഫ്ലൂയിഡ് ക്ലിയർ ആയിട്ട് കിട്ടുന്നോ അത്രയും അതിന്റെ എഫക്റ്റീവ് ആണ്, അത്രയും അധികം നല്ല രീതിയിൽ വളരെ കൃത്യതയോടെ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു സ്റ്റുഡന്റ് നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു സ്റ്റുഡന്റ് എന്ത് ചെയ്തു, അതാണ് ഇവിടെ ഒരു കഥയാണ് കേട്ടോ. സ്റ്റുഡന്റ് എന്ത് ചെയ്തു, ഇത് ചെയ്തു കഴിഞ്ഞപ്പോ അവർക്ക് ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടി, ആ ഒരു സ്റ്റുഡന്റിന് കിട്ടി. അപ്പൊ അവരെ സൂപ്പർവൈസ് ചെയ്തിരുന്ന ആ ഒരു ഫിസിഷ്യൻ ഇല്ലേ അല്ലെങ്കിൽ ആ ഡോക്ടർ ഇല്ലേ, അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോ ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള, അതായത് ഒരു ഇളം മഞ്ഞ നിറത്തിൽ ഒരു ഷാമ്പയിന്റെ കളറില്ലേ, ഈ ഷാമ്പയിൻ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന വൈനിന്റെ ഒരു കളർ എന്ന് പറയുന്നത് ലൈറ്റ് ഒരു മഞ്ഞ കളറായിട്ടുള്ള ഒരു ലൈറ്റ് ഒരു ഇളം മഞ്ഞ പോലെ നമ്മുടെ ബിയർ വൈനിന്റെ ഒക്കെ അങ്ങനെ നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന റെഡ് വൈനിന്റെ കളറല്ല കേട്ടോ, ലൈറ്റ് മഞ്ഞ കളറാണ്. അതേ രീതിയിലുള്ള കളർ തന്നെയാണ് ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന് ആ കുട്ടി ചെയ്തപ്പോ സ്റ്റുഡന്റ് ചെയ്തപ്പോ കിട്ടിയത്. മനസ്സിലായോ? ഇത് രണ്ടും എന്തായി, ഒരുപോലെ അദ്ദേഹത്തിന് സാമ്യം തോന്നി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ എന്ത് ചെയ്തു, അത് സെലിബ്രേറ്റ് ചെയ്യണം. കാരണം ഒരു എക്സ്പേർട്ട് ചെയ്യേണ്ട കാര്യം ആ കുട്ടി അത്രയും പെർഫെക്ഷനോട് കൂടി അല്ലെങ്കിൽ വിജയകരമായിട്ട് ചെയ്തത് കൊണ്ട് ആ സൂപ്പർവൈസിംഗ് ഡോക്ടർ എന്ത് ചെയ്തു, അത് സെലിബ്രേറ്റ് ചെയ്തു. എന്ത് പൊട്ടിച്ചാ സെലിബ്രേറ്റ് ചെയ്തേ, എന്ത് പൊട്ടിച്ച് സെലിബ്രേറ്റ് ചെയ്തു, നമ്മുടെ രാജ്യത്ത് നടന്ന കാര്യമൊന്നുമല്ല കേട്ടോ. എന്ത് പൊട്ടിച്ച് സെലിബ്രേറ്റ് ചെയ്തു അവര്, എന്തിനോടാണ് ഇത് സിമിലർ ആയിട്ടുള്ളത്, എന്തുമായിട്ട് സിമിലർ ആയിട്ടുള്ള സാധനമാണ് വൈൻ അല്ലെങ്കിൽ ആ ഷാമ്പയിനുമായിട്ട് സിമിലർ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അവർ ഷാമ്പയിൻ പൊട്ടിച്ചത് സെലിബ്രേറ്റ് ചെയ്തു. അന്ന് മുതൽ ഈ ഒരു പ്രൊസീജിയറിനെ നമ്മൾ അറിയപ്പെടുന്നത് ഷാമ്പയിൻ ടാപ്പ് എന്നാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? അടുത്ത ക്ലാസ്സിൽ മിസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇതൊരു ടേം ആണ്, അവർ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ 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 അപ്പൊ ഇത്രയും പറഞ്ഞ ഭാഗങ്ങൾ എത്രയും വായിച്ചിട്ട് വന്നോട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ. താങ്ക് യു.